ഡൽഹിയിലെ വിഖ്യാതമായ ഒരു സർവകലാശാലയാണ് ജാമിയ മിലിയ സർവകലാശാല. ഇവിടെ കഴിഞ്ഞ് കുറച്ച് ദിവസമായി ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. വേറൊന്നുമല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ 100 വർഷത്തെ ആഘോഷങ്ങൾ, അത് അവിടുത്തെ ചില വിദ്യാർത്ഥികൾ അത് ഏറ്റെടുത്ത് ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അവിടേക്ക് തീവ്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ട പലരും കടന്നു കയറുകയും അതുപോലെ ക്യാമ്പസ് ഫ്രണ്ട് പേര് മാറി വേറെന്തോ ഒരു പേരിൽ കടന്നു വരികയും, ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ആ കൂട്ടത്തിൽ SFI ഗുണ്ടകൾ അവിടെ അഴിഞ്ഞാടുകയും ഒക്കെ ചെയ്തു. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഇസ്ലാമിക ചിന്താഗതിയുള്ളവരാണ്. എന്തൊക്കെയായാലും ശരി, ഒരു സർവകലാശാലയിൽ, അതേത് മതവിഭാഗത്തിൽപ്പെട്ട സർവകലാശാലയിലായാലും അവിടുത്തെ ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ ആ മതത്തിൻ്റെ പേരിലുള്ള ചില കാര്യങ്ങളിൽ പ്രാമുഖ്യം നൽകും, ആ ഒരു കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകും, നമുക്കതെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു 100 വർഷം പിന്നിട്ട ഒരു സാംസ്കാരിക സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ 100 വർഷം അവിടെ ആഘോഷിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അത് ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അതൊക്കെ അവിടുത്തെ കാര്യം, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. ആഘോഷിക്കാതിരിക്കുകയും ചെയ്യാം. അതിലെ നൈതികതയെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. ആഘോഷിച്ചില്ലെങ്കിൽ വേണ്ട, അവർക്ക് അഭിപ്രായങ്ങളുണ്ടാകും, എതിരഭിപ്രായങ്ങൾ ഇപ്പം JNUവിലെ മറ്റ് സംഘടനകൾക്കുമൊക്കെ ഉണ്ടാകും. അതൊക്കെ യൂണിവേഴ്സിറ്റി പരിഹരിച്ചുകൊള്ളും, അവിടുത്തെ നിയമ സംവിധാനങ്ങൾ പരിഹരിച്ചുകൊള്ളും. പക്ഷേ ഈ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി പോലെ JNU പോലെയുള്ളിടത്തേക്കൊക്കെ തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും രാജ്യദ്രോഹ ഗ്രൂപ്പുകളുടെയും ഒക്കെ വലിയ കടന്നുകയറ്റം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ NRC CAA നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഈ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഡൽഹി കലാപത്തിന് പോലും, ഡൽഹിയിൽ വലിയ കലാപമുണ്ടായി. ആ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ടായി, കലാപമായില്ല അത്. ആ ഒരു സമയത്ത് പോലും ഈ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ അണിനിരന്നത്. അതൊക്കെ തന്നെ അമിത്ഷാ അടിച്ചൊതുക്കി, അത് വേറെ കാര്യം. അപ്പം ഇത്തരം ക്യാമ്പസുകളിലേക്ക് വീണ്ടും ഇത്തരത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ നോമിനികളും കടന്നു വരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ റോയ്ക്കും ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കും ഒക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാമിയ മിലിയയിൽ നിന്നുള്ള ഇത്തരം പ്രതിഫലനങ്ങൾ അതിൻ്റെ ഒക്കെ തന്നെ ഒരു ഫലമായിട്ടാണ് എന്നും കരുതപ്പെടുന്നു. ഇന്ത്യയിലെ ക്യാമ്പസുകൾ ഇത്തരത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ പിടിമുറുക്കിക്കൊണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തെറിയാനായിട്ട്, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ മലീമസമാക്കുന്നതിനായിട്ട്, നന്നായി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെ അവരെ നിരുത്സാഹപ്പെടുത്താനും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അവർ പോകരുത്, അവിടെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമാണ് ഈ ജാമിയ മിലിയ സംഭവവുമായി ബന്ധപ്പെട്ടവിടെ നടക്കുന്നത്. RSSൻ്റെ സെൻറ്റിനറി ഇപ്പോൾ ജാമിയ മിലിയയിൽ ആഘോഷിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. അത് അവിടുത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നിർബന്ധമാണ്. അതൊക്കെ അവരുടെ ഇഷ്ടം, അതിനെ എതിർക്കാം. പക്ഷേ ഇത്തരം സമയത്തൊക്കെ തന്നെ ഈ രാജ്യദ്രോഹ ചിന്താഗതിയുള്ളവർ അവരുടെ ആ ഒരു യഥാർത്ഥ മുഖം പുറത്തു വരികയാണ്. അവർ ഇതിനെയൊക്കെ ശക്തമായി നഖശികാന്തം എതിർക്കുന്നു. നേരത്തെ നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാനായിട്ട് ഗജേന്ദ്ര ചൗഹാൻ എന്ന് പറയുന്നൊരു വ്യക്തി വന്നു. അയാൾ യുധിഷ്ഠിരനായിട്ടൊക്കെ അഭിനയിച്ചതാണ്. അന്ന് NFDCയിലും അതുപോലെ തന്നെ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി. ഒരു വ്യക്തി വരുന്നതിനെ എതിർത്തുകൊണ്ട്, അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട്, എല്ലാത്തിനെയും എതിർത്തുകൊണ്ട്, ഏതിനെയും എതിർക്കാം, മാന്യമായി എതിർക്കാം, സമരം ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ എല്ലാം അക്രമാസക്തമാക്കുകയും അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാനൊന്നും വിദ്യാർത്ഥികൾക്കും ആർക്കും അനുവാദമില്ല, അംഗീകാരമില്ല, സംഘടനകൾക്കുമില്ല. പൊതുവെ വിദ്യാഭ്യാസ രംഗത്തെ അതേത് മേഖലയായാലും, സാംസ്കാരിക വിദ്യാഭ്യാസമായാലും ഔപചാരിക വിദ്യാഭ്യാസമായാലും ഉയർന്ന വിദ്യാഭ്യാസമായാലും അവിടെ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ തകർക്കാനുള്ള ആഗോള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഒരുതരം രീതികളുണ്ട്. അതിവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ തലമുറ ഇതിനെതിരെ തിരിയണം. പുതിയ തലമുറ രാജ്യത്തിന് അനുകൂലമാകരുത്, രാജ്യത്തിന് പ്രതികൂലമാകണം. നല്ല കുട്ടികൾ വളർന്നു വരരുത്, ഗവേഷകർ വളർന്നു വരരുത്, ബുദ്ധിയുള്ളവർ വളർന്നു വരരുത്, പഠിക്കരുത്. വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുക, ഒപ്പം ആരോഗ്യരംഗത്തെയും തകർക്കുക എന്നുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആശയങ്ങളാണ് ഇത്തരം സർവകലാശാലകളിലൂടെ നടക്കുന്നത് എന്ന ഭയാനകമായ ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്.